ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷ് ആൻ്റണി എന്ന് പറയുന്ന പലിശക്കാരൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവിടെ വെച്ച് ശരത്തിനെ കണ്ടു. ശരത്തിനോട് ചോദിച്ചു, ശരത്തെ നീ എന്ത് ആൻ്റണിയായിട്ട് ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ, എന്താ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരന് ആൻ്റണിയോട് കൂട്ടുകൂടിയ കൊള്ളത്തില്ലെന്ന് ചോദിച്ചു. നീ പലിശക്കാശ് എടുക്കടാന്ന് പറയുമ്പോൾ പഴയതുപോലെ ഓട്ടോ ഒക്കെ ഒന്നും കിട്ടുന്നില്ല, ഒക്കെ കുറവാണ്, അതുകൊണ്ടാണ് പൈസ തരാത്തതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ. ഒരാഴ്ചത്തെ സമയം നീ എനിക്ക് തരണം, ഞാൻ പലിശ തന്നോളാം എന്നും അദ്ദേഹം പറയുവാണ്. നീ ആളെ വിട്ട് എന്നെ വരട്ടുമെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാലും നീ കാശടയ്ക്കാനൊന്നും പോകുന്നില്ലെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞ് ആൻ്റണി പറയുമ്പോൾ, ആൻ്റണി ചേട്ടാ അത് വിട്ടുകളാം, ഒരാഴ്ച വെയിറ്റ് ചെയ്യാം, അദ്ദേഹം കാശ് തരുമെന്ന് നമ്മുടെ ശരത്ത് പറഞ്ഞു. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മഹേഷ് അങ്ങ് പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അടുത്ത ആഴ്ച തന്നേക്കാമെന്ന് പറയുക. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പോകുക കേട്ടോ. അത് പറഞ്ഞ് മഹേഷ് ശരത്തിനെ നോക്കി അങ്ങ് പോകുമ്പോൾ, നിനക്കെങ്ങനെയാണ് അയാളുമായിട്ട് പരിചയമെന്ന് ആൻ്റണി ചോദിച്ചു. അത് സച്ചേട്ടൻ്റെ ഫ്രണ്ടാണെന്ന കാര്യം പറഞ്ഞു. ഓ ആണോ, അപ്പോൾ നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവനെ വിട്ടത്. കാശ് തന്നില്ലെങ്കിൽ ഞാൻ അവന് പണി കൊടുക്കുമെന്ന് ആൻ്റണി ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അത് ആൻ്റണി ചേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, അത് എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ലെന്ന് ശരത്ത് പറയണം. അങ്ങനെ ആൻ്റണി അവിടെ ഇങ്ങനെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അവർ രണ്ടുപേരും കൂടി വരുന്നത്. അതായത് നമ്മുടെ ശ്രുതിയും മീരയും കൂടി. ഓ ഭാഗ്യം ആൻ്റണി ഉണ്ട്, നീ വാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നമ്മുടെ ശരത്ത് ഇത് കണ്ടു. ശരത്ത് വേഗം ചാടി എഴുന്നേറ്റിട്ട്, ദേ ആൻ്റണി ചേട്ടാ, സച്ചേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് വരുന്നത്, എന്നെ ഇവിടെ കണ്ട പ്രശ്നം ഞാൻ മാറി നിൽക്കാവേന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ നിന്ന് ഒറ്റ ഓട്ടം. അപ്പോൾ ശരത്തിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്നു. നമസ്കാരം, വാ ഇരിക്കാൻ, സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്, നാശാത്തി അറിയുന്നില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആൻ്റണി ഭയങ്കര ഹാപ്പിയാണ്. എന്താ രണ്ടുപേരും വന്നേ, എന്താ കാര്യം? അപ്പം മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്ന് മീര പറഞ്ഞു. അപ്പം അത് ചന്തയല്ല എന്ന് ആൻ്റണി മീരയോടും പറഞ്ഞു. ബ്ലേഡുകാരൻ്റെ ഓഫീസിൽ കാശ് കടം വാങ്ങിക്കാനല്ലാതെ പിന്നെ എന്തിനാ വരുന്നതെന്ന് മീര ആൻ്റണിയോട് ചോദിക്കാം. എന്താ രണ്ടുപേരും വന്നൊന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മീര ചോദിക്കുമ്പം, ഓ വീണ്ടും കടം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ആൻ്റണി ചോദിക്കാം. അപ്പോൾ അതേ ശരത്ത് ഇതെല്ലാം അവിടെ നിന്ന് കാണുക കേട്ടോ. മുൻപൊരിക്കലും വാങ്ങിച്ച കാശ് തന്നെ ഇതുവരെ വാങ്ങിച്ച് തീർത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ ആൻ്റണി എന്ന് പുള്ളിക്കാരി, മുതലടുത്ത് തന്നെ ഞാൻ അടച്ച് തീർത്തോളാമെന്നും പറഞ്ഞു. അപ്പോൾ ശരത്ത് ഇതൊക്കെ കേൾക്കും, ഇവർക്ക് എന്തിനാ ഇത്രയും കാശ് എന്ന് അങ്ങനെ ആലോചിക്കാം. എനിക്ക് കൃത്യമായ പലിശ തരുന്ന കസ്റ്റമേഴ്സിൽ ഒരാളാണ് നിങ്ങളെന്നും ഇപ്പം എത്രയാണ് വേണ്ടതെന്നും ചോദിച്ചു. അത് പിന്നെ ഒരു 1,00,000 രൂപയാണ് വേണ്ടതെന്ന് ശ്രുതി പറയാം. അർജൻറ്റായിട്ടുള്ള കാര്യമാണെന്ന്. അപ്പോഴേക്കും നമ്മുടെ ശരത്ത് ഞെട്ടുവാട്ടോ. 1,00,000 രൂപയോ? എന്തെങ്കിലും ആധാരം മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല, ഞാൻ സൈൻ ചെയ്ത ഒരു ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അതെടുത്ത് ആൻ്റണിയുടെ കയ്യിൽ കൊടുക്കണം. അതും നമ്മുടെ ശരത്ത് കണ്ട് വണ്ടടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു ഇത് കഴിച്ചു. അതിനുശേഷം പിന്നെ ആൻ്റണി കുറേ പേപ്പറുകളിൽ ഒപ്പിടിപ്പിക്കുകയാണ് ശ്രുതിയെ കൊണ്ട്. ശ്രുതിയാണെങ്കിൽ ഒന്നും നോക്കാതെ ഉള്ള പേപ്പർ മുഴുവൻ എടുത്ത് ഒപ്പിട്ട് കൊടുക്കുക. 1,00,000 രൂപ ആൻ്റണി എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ശരത്ത് കണ്ടു. അപ്പോൾ ഇനിയും കാശിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വന്നോളാം പറഞ്ഞു. ഓ അപ്പോൾ മൊത്തം ചെക്ക് ബുക്ക് ഏൽപ്പിക്കണമായിരിക്കും അല്ലേ എന്ന് മീര ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ഞങ്ങൾ കടം വാങ്ങാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നതെന്ന് മീര ആൻ്റണിയോട് ചോദിക്കുമ്പോൾ, മീര നീ ഒന്ന് ചുമ്മാതിരിക്കാൻ പറഞ്ഞു ശ്രുതി. ആൻ്റണി താങ്ക്സ് കേട്ടോ, അപ്പോൾ ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോയി. ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയപ്പോൾ ശരത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ശരത്ത് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ, 1,00,000 ആണല്ലോ അല്ലേ വാങ്ങിയത്? അതേന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മുടെ ശരത്ത് ആലോചിക്കുവാ ഇതെന്തിനു വേണ്ടി ഇവർ ഈ കാശ് വാങ്ങിച്ചതെന്ന്. അപ്പം അവരുടെ അച്ഛൻ മലേഷ്യയിൽ കോടീശ്വരൻ, ഇവർക്ക് സ്വന്തമൊക്കെ പാർലറും ഒക്കെ ഉള്ളതാണ്, എന്നിട്ടും പിന്നെ എന്തിനാ ഇവർ കാശ് കടം വാങ്ങിക്കുന്നത്? അപ്പം ബിസിനസ്സിൽ ഇറക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതായിരിക്കുമെന്ന് ആൻ്റണി പറയാം. അപ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് ശരത്ത് ആൻ്റണിയോട് പറഞ്ഞു. എന്തായാലും ഇനി അവർക്ക് കാശ് കടം കൊടുക്കണ്ട, ആ വീട്ടിൽ പോയി പിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ശരത്ത് പറഞ്ഞു. അപ്പോൾ ഇനി കൊടുക്കത്തില്ല എന്ന് ആൻ്റണി പറഞ്ഞു. നീ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കുമെന്നൊക്കെ ആൻ്റണി ചേട്ടൻ പറയാം. നിനക്ക് വേണ്ടിയേ ഞാൻ എന്തും ചെയ്യുമെന്നും, കാരണമേ നീ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണെന്നൊക്കെ ആൻ്റണി ശരത്തിനോട് പറയണം. പിന്നെ നിൻ്റെ ചേച്ചി പറഞ്ഞിട്ട് പോലും നീ എന്നെ വിട്ടു പോയില്ലല്ലോ, എൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കലും ചോദിക്കുമ്പോൾ നിങ്ങളെന്നെ അത്രമാത്രം സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഞാൻ വിട്ടു പോകില്ല എന്ന് ശരത്ത് ഇങ്ങനെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയും ദേവും കൂടെ അവിടെ നിന്ന് സംസാരിക്കാം. അമ്മയോട് ഞാൻ പറഞ്ഞതാ പോവേണ്ടത്, ഞാൻ പറയുന്നത് കേൾക്കാതെ അമ്മ പോയി, അപമാനിച്ച് വിട്ടില്ലേ അവർ എന്നൊക്കെ. അപ്പോൾ തട്ടുകൊണ്ട് പോകാതിരിക്കാൻ പറ്റുമോ ദേവു, അത് നമ്മുടെ കടമയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് കയറി വന്നു.
ഞാൻ വന്ന് നിന്നെ വീട്ടിൽ വെച്ച് കണ്ടതാണല്ലോ, പിന്നെ നീ ഇതിനിപ്പോൾ ഇങ്ങ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പേടിക്കണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല അമ്മയെന്ന് രേവതി അമ്മയോട് പറയുക. അപ്പം നീ എന്താടി ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ, അവിടെ എന്തെങ്കിലും പ്രശ്നമോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അമ്മ എന്തിനാ ആ തട്ടമായിട്ട് ആ വീട്ടിലേക്ക് വരാൻ പോയതെന്ന് രേവതി ചോദിച്ചു. അപ്പം അതൊരു സമ്പ്രദായമല്ലേ രേവതി എന്ന് ചോദിക്കുമ്പം സമ്പ്രദായം അമ്മേ, ഞാൻ അങ്ങോട്ട് തട്ടമായിട്ട് വരാൻ അമ്മയോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. ഇതൊക്കെ നീ പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ മോളെ എന്ന് അമ്മ തിരിച്ചു മോളോട് ചോദിക്കാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചേട്ടൻ്റെ അമ്മയെ അപമാനിച്ചില്ലേ എന്ന് രേവതി അന്നേരം ചോദിക്കാം. അവരുടെ വായിലിരിക്കുന്നത് എത്ര കേട്ടിട്ടും അമ്മയ്ക്ക് മതിയാകുന്നില്ലേ എന്ന് രേവതി അമ്മയോട് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ചേച്ചി അമ്മയോട് പോവണ്ടാന്ന്, അതിന് വല്ലതും കേട്ടിട്ട് വേണ്ടേന്ന് ദേവു ഇങ്ങനെ പറയാം. ചന്ദ്രമതിയെ വിട്ടുകളാം, സച്ചിയുടെ അച്ഛൻ എന്നോട് നല്ല രീതിയിൽ തന്നെയല്ലേ മോളെ പെരുമാറിയത്, അത് മതി എനിക്ക്, മറ്റൊന്നും വേണ്ടാന്ന് അമ്മ മോളോട് പറയുമ്പം എല്ലാവരുടെയും മുന്നിൽ അമ്മ തലകുനിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞു. ഇനി ആ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ടേ അമ്മ വരാൻ പാടുള്ളൂ എന്ന് രേവതി അമ്മയോട് പറയുക. അപ്പം മക്കളെ കെട്ടിച്ചു വിട്ടതോടെ കടമയൊന്നും തീരുന്നില്ലല്ലോ മോളെ, മുറ പോലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, എങ്കിലേ നിനക്ക് ആ വീട്ടിൽ നിലയും വിലയും ബഹുമാനവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ അമ്മ പറയുമ്പോൾ ബഹുമാനം അതമ്മ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടതല്ലേ എന്ന് ചോദിച്ചു. വർഷയുടെ അമ്മ കയറി വന്ന അതേ സമയത്ത് തന്നെയാണ് അമ്മയും വന്നത്. വരേണ്ട കാര്യമില്ലായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ അവർ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ, എൻ്റെ കടമ ഞാൻ ചെയ്തു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് അമ്മ മോളെ സമാധാനിപ്പിക്കാം. അവിടുത്തെ അമ്മയുടെ സ്വഭാവം അത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, പണവും സ്വത്തും നോക്കിയാൽ അവരാൾക്കാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അമ്മ അവിടെ വരരുതായിരുന്നു അമ്മയെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ അമ്മയോട് തൻ്റെ സങ്കടം പറയണം. അമ്മയെ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് വെറുതെ കണ്ടു നിൽക്കാനും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി എപ്പോഴാണ് വന്നേ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, നീ എവിടെ പോയതാണെന്ന് ചോദിച്ചു. ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടെന്ന് ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു. വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് കണക്കിന് കൊടുത്തല്ലേ സച്ചേട്ടൻ്റെ അമ്മ, അപ്പം അത് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പം ദേവു എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. അതാ ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ട് നിന്നതെന്ന് പറയാം. അമ്മേ അവിടത്തേക്ക് തട്ട് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു, 2-3 തട്ട് കൂടി ഞാൻ കൊടുത്തു വിട്ടേനെ എന്ന് നമ്മുടെ ശരത്ത് പറയാം. വെറും തട്ട് കൊടുത്തു വിട്ടാൽ മാത്രം പോരാ, അതിൽ വെക്കേണ്ടതൊക്കെ വെക്കണം, സ്വർണവും പണവും വസ്ത്രവും ഒക്കെ വെക്കും ചിലർ. അപ്പം നമുക്ക് എന്താ സ്വർണവും പണവും ഒന്നും വെച്ച് കൊടുത്തൂടെ, എന്നോട് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ റെഡിയാക്കുമായിരുന്നു എന്ന് നമ്മുടെ ശരത്ത് പറയാം. അപ്പം ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ശരത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് ശരത്തിന് മനസ്സിലായി. ശരത്ത് ഇങ്ങനെ ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിൽക്കുവാണേ. നീ അതിന് പഠിക്കുകയല്ലേ, നീ എങ്ങനെ റെഡിയാക്കും ശരത്തെ എന്ന് രേവതി ചോദിച്ചു. ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ചേച്ചി. അല്ല, നീ എന്ത് ജോലിക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ചേച്ചി ഞാനൊരു ഡേറ്റ എൻട്രി ജോലിക്ക്. നീ എവിടെയാണ് പോകുന്നത്? ഇവിടെ അടുത്ത് തന്നെ ഒരു ഫിനാൻസ് കമ്പനിയിലാണെന്ന് പറഞ്ഞു. ആൻ്റണിയുടെ ചിട്ടി കമ്പനിയിലാണോടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരത്ത് ഇങ്ങനെ വല്ലാതെ കിടന്നിങ്ങനെ ഉരുളുക. ആൻ്റണിയുടെ കൂടെ ഇവനെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ചേച്ചി എന്നും പറഞ്ഞിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ എടാ നീ വീണ്ടും തുടങ്ങിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ശരത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. വേണ്ട ശരത്തെ, ഇപ്പോൾ പഠനമാണ് മുഖ്യം, നീ ഒരു ജോലിക്കും പോകണ്ട, പഠിപ്പിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് രേവതി പറയുമ്പം ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ചേച്ചി എന്ന് നമ്മുടെ ശരത്ത് പറഞ്ഞു കേട്ടോ. പിന്നെ ചേച്ചി ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താടാ കാര്യം? വാ ചേച്ചി വന്നേന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് രേവതിയെ വിളിച്ച് മാറ്റി നിർത്തുക. അപ്പോൾ എന്താ ശരത്തെ, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കുറച്ച് ആ വളയെടുത്ത് അങ്ങ് കൊടുത്തു. ആ വളയെടുത്ത് കൊടുത്തപ്പോൾ ഞെട്ടി രേവതി. ഇത് ഞാൻ നിനക്കന്ന് പണയം വെക്കാൻ തന്ന വളയല്ലേ? അന്ന് നീ ഇത് പണയം വെച്ചിരുന്നല്ലോ, പിന്നെ ഇതിപ്പോൾ എങ്ങനെയാണോ നിൻ്റെ കയ്യിൽ വന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് ശമ്പളം കിട്ടിയ കാശ് കൊണ്ട് ഞാൻ തിരിച്ചെടുത്തതാ ചേച്ചി എന്ന് പറഞ്ഞു. അത്രമാത്രം ശമ്പളമൊക്കെ നിനക്ക് കിട്ടുമെന്ന് ചോദിച്ചു. മോനെ, എനിക്കിതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല കേട്ടോ, പറഞ്ഞേക്കാം. ശരത്തെ, വളഞ്ഞ വഴിയിലൂടെ നീ പോകരുത് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വളഞ്ഞ വഴിയിലൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല ചേച്ചി, നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് പണം കയ്യിലെത്തുന്നത്, ആ കാശ് കൊണ്ട് ഞാനിത് തിരിച്ചെടുത്തു. പിന്നെ ചേച്ചി ഇതിൽ വേറെ തെറ്റായിട്ടൊന്നും കാണണ്ട, ചേച്ചി ഇത് വാങ്ങിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് കയ്യിലേക്ക് വെച്ച് കൊടുത്തു. എനിക്കിതിപ്പോൾ വേണ്ട എന്ന് രേവതി അന്നേരം ശരത്തിനോട് പറഞ്ഞു. സച്ചേട്ടൻ കാശ് തരുമ്പോൾ അത് നിനക്ക് തന്ന് അന്ന് ഞാൻ ഈ വള വാങ്ങിച്ചോളാവെന്ന് രേവതി അനിയനോട് പറയുക. അതും പറഞ്ഞ്
രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അനിയൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ ദേ ഇക്കാടെ അടുത്തേക്ക് വരുവാട്ടോ നമ്മുടെ 2 ചേച്ചിമാരും കൂടി. ഇപ്പോഴും ആ ചേട്ടനെ ഇറച്ചി കൊടുത്തിട്ടില്ല. ആ ചേട്ടനെ പിടിച്ചു നിർത്തി നമ്മുടെ വീരാനിക്ക് അവിടെ നിന്ന് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ സമയം ശ്രുതിയും അതുപോലെ മീരയും കൂടെ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് കുറച്ച് പൈസ അയാൾക്ക് കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. വീരാനിക്കാ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പോഴേക്കും അദ്ദേഹം ചാടി ഓടി ഇവരുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യവും പറഞ്ഞുകൊണ്ട് കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കാണിക്കുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് ആരോടും പറയരുതെന്നല്ല ഞാൻ പറഞ്ഞു തന്നു. മീര ചോദിക്കോ, അശോ പ്രശ്നമായോ, എല്ലാം പോയോ, നിങ്ങൾ ഇപ്പം തന്നെ പ്രൊമോഷൻ ആരംഭിച്ചല്ലോ, ഡയറക്ടർ ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടില്ല എന്ന് മീര പറഞ്ഞു. അശോ ഞാനൊരു ആവേശത്തിന് പറഞ്ഞു പോയതാ മോളെ, ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കണം, എങ്കിലേ ചാൻസ് കിട്ടൂ. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഓ എനിക്ക് മനസ്സിലായി, ഞാനതുപോലെ തന്നെ അനുസരിച്ചോളാവെന്ന് പറഞ്ഞു വീരാനിക്ക. ആ സമയത്ത് കൈ നിറയെ കവറും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവർ. അത് എന്നിട്ട് വീരാനിക്കയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇത് കുറച്ച് ഡ്രസ്സാണ്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണോ? അതെ, വീട്ടിൽ ചെന്നാൽ ഇവരുടെ ഹസ്ബൻഡിൻ്റെയും കയ്യിൽ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിങ്ങ് താ എന്നും പറഞ്ഞുകൊണ്ട് ഇതിലൊരു ബ്രേസ്ലെറ്റ് ആണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ എനിക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, എന്നാൽ എനിക്ക് വേണ്ട, പിന്നെ ഇതിപ്പോൾ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഇവരുടെ ഹസ്ബൻഡ് സുധിയുടെ കയ്യിൽ നിങ്ങൾ ഇത് അണിയിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഓ അപ്പോൾ അണിയിച്ച് കൊടുക്കണം അല്ലേ എന്നും പറഞ്ഞ് ആലോചിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബിരിയാണിക്കൊക്കെ ഓർമ്മയില്ലേന്ന് ചോദിച്ചു മീര. നിങ്ങൾ മലേഷ്യയിൽ നിന്ന് വരുന്ന ഇവളുടെ ഇളയച്ചനാണ്, പേര് സുന്ദർദാസ്. അത് കേട്ടപ്പം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കാം. പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ലെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുവാണ്. പണക്കാരനായ ഇളയച്ചനായിട്ട് ഞാൻ തകർക്കും, നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അദ്ദേഹം നിൽക്കാം. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് നിന്ന് തനിച്ച് അഭിനയിച്ചൊക്കെ കാണിക്കുക. ഇവരിതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക. നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഓവറാക്കുമെന്ന് മീര ചോദിക്കുക. ഇല്ല, നിങ്ങൾ പോവേണ്ട സ്ഥലം ഇവരുടെ ഭർത്താവിൻ്റെ അച്ഛമ്മയുടെ വീട്ടിലേക്കാണെന്ന് പറയുമ്പോൾ ഇവർ കുടുംബസമേതം അവിടെയാണ് ഉണ്ടാവുക, അവിടെ ആരൊക്കെയുണ്ട്, അവിടെ എത്തിയാൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് നമ്മുടെ മീര പറയുന്നു. പിന്നെ ഉണ്ടല്ലോ ബാക്കി കാര്യങ്ങളെല്ലാം ചേച്ചി പറഞ്ഞു കൊടുക്കുക. അപ്പം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി, സെറ്റായെന്നും പറഞ്ഞോട് സുന്ദർദാസ് അദ്ദേഹം നിൽക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷൂട്ടാണെന്നല്ലേ പറഞ്ഞത്, എന്തായാലും ഞാൻ നാച്ചുറലായിട്ട് അഭിനയിച്ച് തകർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ ആശം തട്ടി വിടുക. എൻ്റെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ട ജോഷി സാറ് എനിക്ക് ചാൻസ് തരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവർ കയ്യിൽ കുറച്ച് പൈസയും വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ സുധിയുടെ ഫോട്ടോയും കാണിച്ച് കൊടുത്തിട്ട് പോവാം. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, സുധി എന്നാണ് പേര്, ഓർത്ത് വെച്ചോളണം, മറക്കരുതെന്നൊക്കെ പറഞ്ഞു. ഞാനത് മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ പറയാം. ഒരു ക്യാരക്ടർ വന്ന് എൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ മന്ത്രവാദി വന്ന് ഒഴിപ്പിക്കാൻ നോക്കിയാൽ പോലും അത് ഒഴിഞ്ഞു പോവില്ല എന്ന് ഇക്ക പറഞ്ഞു. അപ്പോൾ വരേണ്ട വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്നും അവിടെ എത്തണമെന്നും പറയുക. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൊടുത്ത് സെറ്റാക്കി. ആ പൈസ എന്നിട്ട് ആവശ്യമുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി ഞങ്ങൾ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പോരുക. അങ്ങനെ പോരുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ശ്രുതി പിന്നാലെ ചെന്നു. നിങ്ങൾക്ക് മദ്യപിക്കുന്ന ശീലം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതില്ലാതെ എങ്ങനെയൊക്കെയാണ് ശരിയാകുന്നതെന്ന് ചോദിക്കുന്നു വീരാനിക്ക. ഒരു 3 പെഗ് വീതം 5 നേരം അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അന്തം വിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ കഴിക്കില്ല, പക്ഷേ എൻ്റെ സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന ദിവസം ഞാൻ മൂക്കറ്റം കുടിച്ച് ഡയറക്ടർ തെറി പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ആ ഒരു ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സച്ചിയുടെ കാര്യം എടുത്തിട്ടു. അവനാണോ ഈ കഥയിലെ വില്ലൻ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിലും അവനാ വില്ലൻ എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ അവനെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ ഇദ്ദേഹം. നിങ്ങൾ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിട്ടു. എന്നും പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ ശരിയാകുമെന്ന് ഓർത്ത് ശ്രുതി അവിടെ നിന്ന് പോവുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രുതിയാട്ടോ. ശ്രുതി അവിടെ നിന്ന് ഫോൺ എടുത്ത് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്താടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശ്രുതിയെ വിളിച്ചോണ്ടിരിക്കാൻ, ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നെ എന്ത് പറ്റി, അവൾക്ക് വീണ്ടും പിണങ്ങിപ്പോയോ എന്ന് ചന്ദ്രമതി വെപ്രാളത്തിൽ ചോദിക്കാം. നിങ്ങൾ പ്രശ്നം ഉണ്ടായോ എന്ന്. അയ്യോ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ശ്രുതിമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ രണ്ടിൻ്റെ മുഖം തെളിഞ്ഞു. പോയിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓടി ചെന്നിട്ട് നീ ഇത് എവിടെ പോയതാ മോളെ, ഫോൺ ചെയ്തിട്ട് എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചു. ജോലി തിരക്കിലായിരുന്നു ആൻറ്റി, അതുകൊണ്ടാ. നിന്റെ പാർലറിലേക്ക് ഞാൻ വിളിച്ചായിരുന്നല്ലോ, നീ അവിടെ ഇല്ലെന്നാണല്ലോ സ്റ്റാഫ് പറഞ്ഞത്. അത് പിന്നെ അതോ ശ്രുതി എന്തിനാ പാർലറിലേക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചു ശ്രുതി. അത് പിന്നെ ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുത്തില്ല, അതാ ഞാൻ പാർലറിലേക്ക് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു.
പിന്നെ ശ്രുതി ഇങ്ങനെ കൂടെ കൂടെ പാർലറിലേക്ക് വിളിച്ച് അന്വേഷിച്ച അവിടുത്തെ സ്റ്റാഫ് എന്നെപ്പറ്റി എന്ത് കരുതുമെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. അവൻ അങ്ങനെയാ ശ്രുതി, നിന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലേ. ശ്രുതി ഇനി പാർലറിലേക്ക് വിളിച്ച് ഇവളെ അന്വേഷിക്കരുത് കേട്ടോ അമ്മ. അപ്പം ഇല്ലമ്മ ഞാൻ വിളിക്കത്തില്ല അമ്മ, സോറി ശ്രുതി ഞാൻ വിളിക്കത്തില്ല എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതി മോളെ നീ നിൻ്റെ അച്ഛനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. പൊങ്കലിന് മുന്നേ അദ്ദേഹം വരുമോ? അത് പിന്നെ ആൻറ്റി അച്ഛന് ഇപ്പോൾ വരാൻ പറ്റത്തില്ല ആൻറ്റി, 3-4 മാസം കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതിയുടെ മുഖമൊക്കെ വല്ലാണ്ട് വളിച്ചിരിക്കുക. അപ്പോഴേക്കും പിന്നെ ഞാൻ ഇളയച്ചനെ വിളിച്ചിരുന്നു, ഇളയച്ചൻ വരും എന്ന കാര്യം പറയുമ്പം അയ്യോ സത്യമാണോ നീ പറഞ്ഞേ? മലേഷ്യയിൽ നിന്ന് നിൻ്റെ ഇളയച്ചൻ വരുമോ? വരും ആൻറ്റി വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര ചിരി. അദ്ദേഹവും ബിസിയാ, ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് വരാമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു ശ്രുതി തൽക്കാലം തടി തപ്പി നിൽക്കുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവമേ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സന്തോഷമായി, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രുതി മോനെ എയർപോർട്ടിൽ ചെന്ന് നീ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അയ്യോ കുഴപ്പമാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.